ആദ്യമായി എൻ്റെ ഈശോപ്പനും എൻ്റെ അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും രണ്ടാം പ്രാവശ്യം ഞങ്ങൾ ഈ തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചതിനെ ഓർത്ത്. എൻ്റെ പേര് ഷാൻഡി ഫ്രാൻസിസ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം ഫൊറോന ഇടവകാംഗമാണ്. 2022 സെപ്റ്റംബർ 29 ഞങ്ങളിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ചേട്ടായിയാണ് ഉടമ്പടി എടുത്തത്. ചേട്ടായിയുടെ വർക്കിൻ്റെ തിരക്ക് മൂലം ആ ഉടമ്പടി ഞാൻ കൈമാറുകയാണ്. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി തൈലത്തിലൂടെ എന്നെ അനുഗ്രഹിച്ച ഒരു നന്ദി വാക്ക് പറയാനാണ്. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി. അന്ന് ചെന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇടത്ത് ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. അതെന്താണെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ സിസ്റ്റ്, അതായത് നല്ലൊരു പേരയ്ക്ക വലുപ്പത്തിലുള്ളൊരു സിസ്റ്റ് എൻ്റെ ഇടത്ത് ബ്രസ്റ്റിന് പൊങ്ങി നിൽക്കുന്നു. അപ്പം ഞാനിത് ചേട്ടായിനെ വിളിച്ച് കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും കണ്ടെങ്കിലും ഭയപ്പെട്ടൊന്നുമില്ല. ഞാൻ വേഗം ഉടമ്പടി തൈലമെടുത്ത് തൂത്തു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്. ചേർന്ന് ഞാൻ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു നമുക്കിത് മാമോഗ്രാം സ്കാനിങ് ചെയ്യാം എന്ന് പറഞ്ഞു. മാമോഗ്രാം ചെയ്ത് 2 ആഴ്ചത്തേക്ക് എനിക്ക് ടാബ്ലറ്റൊക്കെ തന്നു വിട്ടു. ടാബ്ലറ്റ് കഴിച്ചെങ്കിലും എനിക്ക് വലിയൊരു കുറവൊന്നും അനുഭവപ്പെട്ടില്ല. വീണ്ടും ചെല്ലാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ചെന്നു. ബയോപ്സിക്ക് അയക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി തോന്നി. അപ്പം ചേട്ടായി സമ്മതിച്ചു, ബയോപ്സിക്ക് അയക്കാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, വേണ്ട ചേട്ടായി, 2 ആഴ്ചയും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ടാബ്ലറ്റും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. സെപ്റ്റംബർ മാസത്തിൽ 8 നോയമ്പാണ്. അതിശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 8 തീയതി രാവിലെയും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ സിസ്റ്റിന് ഒരു മാറ്റവുമില്ല. ഞാൻ ഉടമ്പടി തൈലം തൂത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ ഈ സിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ഈശോപ്പനും എൻ്റെ അമ്മ മാതാവും കൂടി ആ സിസ്റ്റ് നിർവീര്യമാക്കി തീർത്തിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. മറ്റേ ബ്രസ്റ്റ് പോലെ തന്നെ ഇപ്പോഴത്തെ ബ്രസ്റ്റും ഒരുപോലെ ആയി തീർന്നു. കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഒരു സ്വപ്ന ദർശനം കാണിക്കുകയാണ്. ആ സ്വപ്നത്തിൽ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മറ്റുള്ള ദുർഗന്ധമാണ് എന്നെ കാണിക്കുന്നത്. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി, ഞാൻ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇതെന്താണ് ഇങ്ങനെ? അപ്പം വീണ്ടും ചെയ്യാൻ പോകാം, എവിടെയെങ്കിലും എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ചെയ്യാനായിട്ട് പോയി ചെയ്തു. അപ്പം ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലുള്ള ഒട്ടുമിക്ക അപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എന്നെ സ്വപ്നത്തിൽ കാണിച്ച അമ്മയുടെ മുഖം അവിടെ എവിടെയുമില്ല. ഞാൻ വീട്ടിൽ വന്ന് കഴിയുമ്പോഴും വീണ്ടും അമ്മ സ്വപ്നം കാണിക്കുകയാണ്. അയൽവാസിയായ ഒരു ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. ഞാനങ്ങനെ ഉടമ്പടി തൈലവും പത്രവും ഉപ്പൊക്കെ ആയിട്ട് ആ ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുക. അപ്പം ആ ചേച്ചി എന്നോട് പറയുക, ഷാൻഡി അറിഞ്ഞില്ലേ, പിന്നെ ഹിന്ദുവായ ഒരു മക്കളാണ് അവർ. പൊന്നുമണിയുടെ അമ്മ ഒരു വശം തളർന്ന് അബോധാവസ്ഥയിലായി കിടപ്പാണ്. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ അവിടെയുണ്ട്. അപ്പം ആ അമ്മയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ അവിടെ വേഗം ചെന്നു. ഈ ഉടമ്പടി തൈലമായിട്ട് ആ ചേച്ചിയുടെ കാലയിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് കൊടുത്തിട്ട് ഞാൻ വെക്കത്തിലാണ് ഞാൻ ആ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ സ്വപ്നത്തിൽ കാണിച്ച അതേ അമ്മ. അപ്പം ഈ ചേച്ചിയുടെ അടുത്ത് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. കാരണം ഞങ്ങളുടെ അയൽവാസിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു അമ്മ അവിടെ കടന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണവും ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ തൈലം
അമ്മയുടെ ഈ ലോക്കറ്റ് ഞാൻ ആ വ്യക്തിയുടെ നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉടമ്പടി തൈലം ആ അമ്മയുടെ നെറ്റിയെ തൂത്തപ്പം ആ അമ്മ കണ്ണ് മുകളിലോട്ടൊന്ന് തുറന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മേ മാതാവേ, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളോ അപരാധങ്ങളോ കടങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം അമ്മ ക്ഷമിച്ച് എത്രയും പെട്ടെന്ന് ഈ ആത്മാവിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. അങ്ങനെ ഞാനിത് പ്രാർത്ഥിച്ച് എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ആ മകളോട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്, അതുകൊണ്ട് അമ്മ ഇനി ഏറ്റെടുത്തോളം, നിങ്ങൾ കരയണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനിത് പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ എപ്പോഴാണോ അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ ഈ നേർച്ച വസ്തുക്കളിലൂടെ പ്രാർത്ഥിച്ചത്, ആ സമയത്ത് തന്നെ അമ്മ മാതാവ് അവരെ ഈ ലോകത്തിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോയി. ഇതെനിക്ക് വലിയൊരു അത്ഭുതമാണ്. കാരണം എൻ്റെ മുറ്റത്ത് അവിടെ ഉണ്ടായിട്ട് പോലും ഞാൻ ഈ വ്യക്തിനെ അറിഞ്ഞിട്ടില്ല. ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ആ വ്യക്തി ആ വീട്ടിൽ കിടന്നത്. അപ്പം ഈ വസ്തുക്കളിലൂടെയെല്ലാം ഉപയോഗിച്ച് ആ ആത്മാവിനെ അമ്മ മാതാവ് നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ ചെയ്യുന്ന എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എല്ലാം വൃദ്ധസദനങ്ങളിൽ പോയിട്ട് ഞാൻ രോഗികളെ കുളിപ്പിക്കുകയും ഡ്രസ്സിൽ അലക്കി കൊടുക്കുകയും എല്ലാം ഞാൻ ചെയ്യും. പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞാൻ കൊണ്ടുകൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് 6 പേർക്ക് വേണ്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. 6 പേരും ഈ ഓഗസ്റ്റ് മാസത്തിൽ വളരെ അതീവമായ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞു പോവുകയായിരുന്നു. ഒന്ന് കിഡ്നി മാറ്റി വയ്ക്കുന്ന ഭാര്യയും ഭർത്താവിൻ്റെയും കിഡ്നിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആശുപത്രിയിൽ വിധേയരായി കഴിയുന്നത്. രണ്ടാമത്തെ കരൾ മാറ്റി വയ്ക്കുന്നു. അപ്പന് മകനാണ് കരൾ കൊടുക്കുന്നത്, അത് അതീവമായി അങ്ങനെ കിടക്കുന്നു. മൂന്നാമത് എലിപ്പനി ബാധിച്ച് ഒരു മകൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. യൂറിനിൽ കൂടി ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ അറ്റാക്ക് വന്ന് പരിയാരം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. വീണ്ടും എൻ്റെ ഒരു കൂട്ടുകാരി മൂത്രത്തിൽ കൂടെ യൂറിനിൽ ബ്ലഡ് പോകുന്നു. അപ്പം എൻഡോസ്കോപ്പിക്ക് വിധേയമായി അവളും ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ മോളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു മകൻ മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്നു, എൻഡോസ്കോപ്പിക്ക് വിധേയമായി കിടക്കുന്നു. ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിവിഷമത്തോടെ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം, പൂർണ്ണ സൗഖ്യം നൽകി ഇവരെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പിനും കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 10:14. കർത്താവ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും കർത്താവ് തീർച്ചയായും കാണുന്നുണ്ട്. അവിടുന്ന് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഷാൻഡി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവ് വഴി ലഭിച്ച ദൈവാനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്കുണ്ടായ ബ്രസ്റ്റിലെ സിസ്റ്റ് അത് ഡോക്ടറെ കാണിക്കുകയും തുടർ പരിശോധനകൾക്ക് വേണ്ടി ഡോക്ടർ ശുപാർശ ചെയ്യുകയും ചെയ്തപ്പോൾ അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ചവസ്തുവായ വിശുദ്ധ തൈലം വിശുദ്ധ കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ പറഞ്ഞ തിരുക്കുമാരൻ സൗഖ്യപ്പെടുത്തുമെന്ന ബോധ്യത്തോടു കൂടി ഉപയോഗിക്കുകയും യാതൊരു മരുന്നും കൂടാതെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ഒരു സ്വപ്നത്തിലൂടെ വളരെ ദയനീയ അവസ്ഥയിലുള്ള മറ്റൊരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയും അത് ജൂലൈ മാസം സ്വപ്നം കണ്ടുവെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ ആ വ്യക്തിയെ നേരിട്ട് കണ്ടെത്തുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും അതുവഴി ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനുമുള്ള സംരക്ഷണം കിട്ടിയതിനെയും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് വിശ്വസ്തയോടുകൂടി നാം പ്രവേശിക്കുമ്പോൾ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും നമുക്ക് സൗഖ്യവും സംരക്ഷണവും അനുഗ്രഹവും നിരന്തരം നൽകിക്കൊണ്ടിരിക്കും. ഉടമ്പടിയുടെ നിബന്ധനകൾ നമുക്ക് നന്നായിട്ടറിയാം. ആദ്യത്തത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കണം. രണ്ടാമത്തത് അനുദിന ദിവ്യബലിയിൽ പങ്കുകൊള്ളണം.
മൂന്നാമത്തത് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണം. 4-മത്തത് ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും ദൈവവചനം വായിക്കണം ധ്യാനത്തോടുകൂടി. 5-മത്തത് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ തന്നെ മക്കളായി ലോകത്തിൽ പിറന്നു വീണ നമ്മുടെ സഹോദരങ്ങളോട് അലിവും കരുതലുമുള്ള വ്യക്തികളായി ജീവിക്കുകയും അർഹതപ്പെട്ടവർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും മനസ്സിൽ സന്തോഷവും ഔദാര്യമുള്ള താല്പര്യവും വേണം. 6-മത്തത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ അഭിമാനമുള്ളവരാകണം. വിശ്വാസം കൈമാറണം. അതിനെ നമ്മൾ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നു. കൃപാസനം പത്രികയിൽ ഓരോ കുടുംബവും വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവത്തെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി അടുക്കിയിരിക്കുന്നത് നാം മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ ഈ ദൈവാനുഭവത്തെ കൈമാറുകയാണ് ചെയ്യുന്നത്. ഉടമ്പടി നമ്മോട് ആവശ്യപ്പെടുന്ന ജീവിതക്രമം ഇതാണ്. നാം ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഏതൊരു ജീവിത മേഖലയിലേക്കും അമ്മ മാതാവും തിരുക്കുമാരനും സൗഖ്യമായും സംരക്ഷണമായും അനുഗ്രഹമായും കടന്നു വരിക തന്നെ ചെയ്യുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്, ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.